വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. മാസം 80,000 മുകളിൽ വരുമാനം നേടാം. നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടായിൽ പാർട്ടി വിട്ട് CPM-ൽ ചേർന്ന മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഓഫീസിന് ചുവപ്പ് പെയിന്റ് അടിക്കാൻ ശ്രമം. പ്രദേശത്ത് സംഘർഷാവസ്ഥ. സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നു. ചാലക്കുടിയിൽ വൻ തീപിടുത്തം. തീപിടിച്ചത് നോർത്ത് ചാലക്കുടിയിലെ പെയിന്റ് ഗോഡൌണിന്. തീ നിയന്ത്രണ വിധേയമാക്കിയത് വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ. 2 മണിക്കൂറോളം പണിപ്പെട്ട് 5 കോടിയുടെ നഷ്ടമെന്ന് പ്രാഥമിക നിഗമനം. പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ദേശീയപാത ഗതാഗതക്കുരുക്കിലമരുന്നത് തിങ്കളാഴ്ചകളിൽ. വഴുക്കുംപാറ മുതൽ കല്ലിടുക്ക് വരെയുള്ള ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായത് പോലീസ് ഇടപെട്ട്. മണ്ണുത്തി ഭാഗത്തും മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങി. തേനൂർ കോങ്ങാട് പാതയോരം കുപ്പത്തൊട്ടിയായി. മാലിന്യ നിക്ഷേപം വ്യാപകമായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. മഴ ശക്തമായതോടെ മേഖലയിൽ മാലിന്യ പ്രശ്നം രൂക്ഷം. വാർത്തകൾ വിശദമായി. കോട്ടായിൽ കോൺഗ്രസ് ഓഫീസിന് ചുവപ്പ് പെയിന്റ് അടിക്കാൻ ശ്രമം. തടഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. ആലത്തൂർ DYSP മുരളീധരന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചു. 20 വർഷമായി കോട്ടായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിന്റെ ഓഫീസിലേക്കാണ് മുൻ മണ്ഡലം പ്രസിഡന്റ് K. മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ ചിലർ ചുവപ്പ് പെയിന്റ് അടിക്കാനായി പാർട്ടി ഓഫീസിൽ എത്തിയത്. വിവരമറിഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയും പ്രവൃത്തി തടയുകയും ചെയ്തത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. നിലവിലുണ്ടായിരുന്ന മണ്ഡലം പ്രസിഡന്റ് CPM-ലേക്ക് മാറിയിരുന്നു. ഇതോടെയാണ് പാർട്ടി ഓഫീസും ചുവപ്പാക്കാൻ തീരുമാനിച്ചത്. ആലത്തൂർ DYSP മുരളീധരന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം തന്നെ സ്ഥലത്ത് നിലയുറപ്പിച്ചു. എന്നാൽ വാടക കെട്ടിടത്തിന്റെ എഗ്രിമെന്റ് പുതുക്കുകയും അത് മോഹൻകുമാറിന്റെ പേരിൽ മാത്രമാണ് എന്ന വാദവും നിലനിൽക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചാലക്കുടിയിൽ വൻ തീപിടുത്തം. നോർത്ത് ചാലക്കുടിയിലെ ഊക്കൻസ് പെയിന്റ് ഗോഡൌണിനാണ് തീപിടിച്ചത്. ചാലക്കുടി, പുതുക്കാട്, ഇരിങ്ങാലക്കുട, മാള എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി 2 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 5 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ പറഞ്ഞു. രാവിലെ 8 മണിയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് തീപിടിക്കുന്ന പെയിന്റും അനുബന്ധ ഉൽപ്പന്നങ്ങളും സൂക്ഷിക്കുന്ന ഗോഡൌണിനാണ് തീപിടിച്ചത്. അതുകൊണ്ട് തന്നെ നിമിഷങ്ങൾക്കകം തീ ആളിപ്പടർന്നു. ഇതിനിടെ നാട്ടുകാർ ചാലക്കുടി പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ചാലക്കുടിയിൽ നിന്നുള്ള ഫയർഫോഴ്സും പോലീസും എത്തി. നാട്ടുകാരുടെ സഹായത്തോടെ തീയണയ്ക്കാൻ ശ്രമം ആരംഭിച്ചെങ്കിലും ഫലപ്രദമായില്ല. ഇതിനിടെ സ്ഥാപനത്തിൻ്റെ താഴത്തെ നിലയിലെ പെയിന്റ് ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് മാറ്റാനുള്ള ശ്രമവും നടത്തി. ഇത് തീപിടുത്തത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ സഹായിച്ചു. ഇതിനിടെ പെയ്ത മഴയും തീ പടരുന്നത് കുറയാൻ സഹായകരമായി. പിറകെ പുതുക്കാട്, മാള, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളും എത്തി. തൊട്ടടുത്ത ഗ്യാസ് ഗോഡൌണിലേക്ക് തീപിടിക്കുമോ എന്ന ആശങ്കയും ഉടലെടുത്തു. ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഗോഡൌണിലെ ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റിയതിനാൽ ആ ആശങ്ക ഒഴിവായി. ഇതിനിടെ സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള മുൻകരുതലുകളും ഫയർഫോഴ്സ് സ്വീകരിച്ചു. ഒടുവിൽ 2 മണിക്കൂറോളം പണിപ്പെട്ടാണ് ചാലക്കുടി നഗരത്തെ മുൾമുനയിൽ നിർത്തിയ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 5 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ പറഞ്ഞു. രാവിലെ കട തുറക്കുന്ന നേരത്തെ നമ്മുടെ സ്റ്റാഫുകളാണ് പെട്ടെന്ന് വരുന്നത് കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും കൂടി വന്നപ്പോഴേക്കും
ബാക്കിലുണ്ടായിരുന്ന ഫർണിച്ചർ യൂണിറ്റും അതുപോലെ ഹാർഡ്വെയർ സെക്ഷനും പെയിൻറ്റും എല്ലാം വളരെ രീതിയിൽ വരുന്നൊരവസ്ഥ വന്നു. പിന്നെ ഫയർഫോഴ്സുകാർ വന്നു, നാട്ടുകാർ വന്ന് കുറേ സാധനങ്ങളൊക്കെ മാറ്റി. നാട്ടുകാരെല്ലാവരും സഹകരണം കൊണ്ടാണ് ഇത് തീ അണയ്ക്കാൻ സാധിച്ചത്. എങ്ങനെയാണ് ഇത് തീ വന്നതിന് അറിയില്ല. വലിയൊരു എത്ര രൂപയുടെ നഷ്ടം നമുക്ക് സംഭവിച്ചിരിക്കുകയാണ്. ഏകദേശം 5 രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവണം എന്നാണ്. അതേസമയം കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമാകൂവെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തേനൂർ കോങ്ങാട് റോഡിൽ പരക്കെ മാലിന്യ നിക്ഷേപം. തിരിഞ്ഞു നോക്കാതെ ആരോഗ്യ പ്രവർത്തകർ, നടപടികൾ കൈക്കൊള്ളാതെ പഞ്ചായത്ത് അധികൃതരും. മാലിന്യ നിക്ഷേപം അറിയാതെ പോയി പോലീസും. പ്രദേശങ്ങളിൽ CCTV സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. വഴിനീളെ മാലിന്യച്ചാക്കുകൾ തള്ളിയതോടെ മൂക്കുപൊത്തിയാണ് ഈ വഴിയാത്ര. മുച്ചേരി മുതൽ കല്ലൂർ റോഡ് വരെ പാതയോരത്തിലുടനീളം ലോഡ് കണക്കെ മാലിന്യങ്ങളാണ് കെട്ടിക്കിടക്കുന്നത്. വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാലും ജനവാസ മേഖല അല്ലാത്തതിനാലുമാണ് മാലിന്യം വ്യാപകമായി ഇവിടെ തള്ളുന്നത്. രാത്രികാലങ്ങളിലാണ് ലോഡ് കണക്കെ മാലിന്യം തള്ളുന്നത്. മാലിന്യം ചീഞ്ഞളിഞ്ഞു നാറുന്നതായും തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായി തുടരുന്നതായും നാട്ടുകാർ പറയുന്നു. ഹോട്ടൽ മാലിന്യം, പച്ചക്കറി മാലിന്യം, കോഴി മാലിന്യം തുടങ്ങിയവയാണ് ഇവിടെ ഉപേക്ഷിക്കുന്നത്. വലിയ ചാക്കുകളിലാക്കിയാണ് ഇവിടെ വൻതോതിൽ മാലിന്യം തള്ളുന്നത്. കോങ്ങാട്, മങ്കര ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിലാണ് പ്രദേശമെങ്കിലും അധികൃതർക്ക് യാതൊരു കുലുക്കവുമില്ല. ആരോഗ്യപ്രവർത്തകരാകട്ടെ തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല. ഇത്രയേറെ മാലിന്യങ്ങൾ തള്ളിയിട്ടും ഭരണാധികാരികൾക്ക് യാതൊരു അനക്കവുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 2 പഞ്ചായത്തുകളുടെയും വാലറ്റ് പ്രദേശമായതിനാൽ പഞ്ചായത്തിന് ഇങ്ങനൊരു പ്രശ്നമുണ്ടോ എന്ന് പോലും അറിയില്ല. മാരകരോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാഹചര്യമുണ്ടാകും മുൻപ് അധികാരികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ വലിയ തരത്തിലുള്ള പകർച്ചവ്യാധികൾ പടരാനും സാധ്യതയുണ്ട്. പ്രദേശത്ത് CCTV ക്യാമറകൾ സ്ഥാപിച്ച് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരായ KK റഹിമാൻ, ശംസുദ്ദീൻ മാങ്കുറിശി, അപ്പുക്കുട്ടൻ കല്ലൂർ എന്നിവരുടെ ആവശ്യം. ഇരുട്ടിന്റെ മറവിലാണ് ഇവിടെ ചായക്കണക്കിൽ മാലിന്യം തള്ളുന്നത്. പാതയോരത്ത് മാലിന്യം തള്ളിയിട്ടുണ്ട്. വനമേഖലയിലും വൻതോതിൽ മാലിന്യം തള്ളിയിട്ടുണ്ട്. കോഴി വേസ്റ്റ്, ഹോട്ടൽ മാലിന്യങ്ങൾ തുടങ്ങി മദ്യക്കുപ്പികൾ എല്ലാം ഈ റോഡിൽ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം വേണം. ഇവിടെ CCTV സ്ഥാപിക്കണം. അതോടൊപ്പം തന്നെ ഈ മാലിന്യം തള്ളുന്നത് പിടികൂടുന്നതിന് വേണ്ടി രാത്രികാല പെട്രോളിംഗ് പോലീസ് ശക്തമാക്കണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കവളപ്പാറ കാരക്കാട് മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. കാരക്കാട് കൊടക്കാട്ടുപറമ്പിൽ കൃഷ്ണൻകുട്ടിയുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. കനത്ത മഴയെ തുടർന്നാണ് കവളപ്പാറ കാരക്കാട് വീടിന് മുകളിലേക്ക് മരം വീണത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7:30-ക്കായിരുന്നു സംഭവം. വൈദ്യുതി ലൈനിന് മുകളിലൂടെയാണ് മരം വീണത്. വീടിന്റെ ഉമ്മറ ഭാഗം ഭാഗികമായി തകർന്നു. വീട്ടുകാർ അകത്തായിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. വഴുക്കുംപാറ മുതൽ കല്ലിടുക്ക് വരെയുള്ള ഭാഗത്താണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ വഴുക്കുംപാറ മുതൽ കല്ലിടുക്ക് വരെയുള്ള ഭാഗത്ത് മണിക്കൂറുകളോളമാണ് ഗതാഗതക്കുരുക്ക്. പ്രദേശത്ത് പോലീസിന്റെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ചകളിലാണ് മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. പ്രദേശത്ത് അടിപ്പാത നിർമ്മാണം നടക്കുന്നതാണ് ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം. തിങ്കളാഴ്ച രാവിലെ മണ്ണുത്തി മേഖലയിലും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇരിങ്ങാലക്കുടയിൽ സൈക്കിളിന് കുറുകെ നായ ചാടി റോഡിൽ തലയടിച്ചു വീണ് ചികിത്സയിലായിരുന്ന ലോട്ടറി വിൽപ്പനക്കാരനായിരുന്ന വയോധികൻ മരിച്ചു. പുറത്തിശ്ശേരി സ്വദേശി 68 വയസ്സുള്ള പൗലോസാണ് മരിച്ചത്. ഇതിനിടെ കരുവന്നൂർ ബാങ്കിൽ നിന്ന് ചികിത്സയ്ക്കായി നിക്ഷേപ തുക ലഭിച്ചില്ലെന്ന പരാതിയുമായി വീട്ടുകാർ രംഗത്തെത്തി. 2024 ഓഗസ്റ്റ് 28-നായിരുന്നു അപകടം. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലെ ലോട്ടറി കടയിലേക്ക് രാവിലെ 7 മണിയോടെ വീട്ടിൽ നിന്ന് സൈക്കിളിൽ പോകുമ്പോഴാണ് അപകടമുണ്ടായത്. സ്വകാര്യ വ്യക്തി വളർത്തുന്ന നായ റോഡിലൂടെ പോവുകയായിരുന്ന പൗലോസിന്റെ സൈക്കിളിലേക്ക് എടുത്തു ചാടുകയും നിയന്ത്രണം വിട്ട് റോഡിൽ തലയടിച്ചു വീഴുകയുമായിരുന്നു. അബോധാവസ്ഥയിലായ പൗലോസിന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തിയെങ്കിലും സാമ്പത്തിക പ്രശ്നം മൂലം പിന്നീട് വീട്ടിലായിരുന്നു ചികിത്സ. ഇന്നലെയാണ് പൗലോസ് മരണപ്പെട്ടത്. കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപമുണ്ടായിരുന്നെങ്കിലും ചികിത്സയ്ക്ക് ആവശ്യമായ പണം ലഭിച്ചിരുന്നില്ലെന്ന് ഭാര്യ വെറോണിക്ക ആരോപിച്ചു. 10 വർഷം മുമ്പ് 4 ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിൻ്റെ പുറത്തിശ്ശേരി ശാഖയിൽ നിക്ഷേപിച്ചിരുന്നു. 1/2 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപവുമുണ്ടായിരുന്നു. തൃശ്ശൂരിലെ ചികിത്സയ്ക്ക് 10 ലക്ഷത്തോളം രൂപ ചെലവായി. ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ട് എല്ലാ മാസവും ബാങ്കിൽ കത്ത് നൽകുമായിരുന്നെങ്കിലും 10,000-ഉം 20,000-ഉം ഒക്കെയാണ് കിട്ടിയിരുന്നത്. ചികിത്സയ്ക്ക്
ഒരു മാസം 1.5 ലക്ഷത്തോളം രൂപയാണ് ചെലവ് വന്നിരുന്നത്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ചികിത്സിച്ചിട്ടും ഇപ്പോൾ 5 ലക്ഷം കടമായി. ബാങ്കിൽ നിന്ന് ഇനിയും 2.5 ലക്ഷത്തോളം കിട്ടാനുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ബാങ്കിലേക്ക് വിളിച്ചിരുന്നു. പക്ഷേ പണം കിട്ടിയില്ലെന്നും പൗലോസിൻ്റെ ഭാര്യ വെറോണിക്ക പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറയും, ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി കൊണ്ടായോ ലേലം വിളിക്കാൻ, അപ്പം ചേച്ചിയുടെ പൈസ തരാമെന്ന് എന്നോട് പറയും. ഞാൻ പറഞ്ഞു ഞാൻ ആരെ കൊണ്ടുവരുന്നു പറഞ്ഞു. അപ്പം അങ്ങനെ ചിലവരൊക്കെ 30 ലക്ഷമൊക്കെ അവിടെ ഡെപ്പോസിറ്റ് ഉള്ളവരൊക്കെ ചിലർ ഇങ്ങനെ വീടുകൾ ജപ്തിയായി ഇപ്പോൾ മേടിച്ചിട്ടുണ്ടേ. 2-3 വീടുകൾ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. വല്ല പരിചയക്കാരുണ്ടെങ്കിലും കൊണ്ടുവരാൻ അപ്പം കാശ് തരാണ്. ഈ ബസ് സ്റ്റാൻഡിൽ ലോട്ടറി കടയിൽ ജോലിക്ക് കൊണ്ടേ അപ്പം കാലത്ത് 7 മണിക്ക് പോകും. അപ്പം സൈക്കിളിൽ പോകുമ്പോൾ തിരിച്ച മഴച്ചാറിലുള്ള മഴക്കോട്ടൊക്കെ ഇട്ട് പോകുമ്പോൾ പട്ടി ഇങ്ങനെ പോവല്ലേ സൈക്കിളിന്മേ. അപ്പം ആലയങ്കാടൻ ഫ്രാൻസിസ് എന്ന് പറയും. ആ ഇതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ പട്ടി ഗേറ്റ് തുറന്നിട്ട് കിടന്നു. വലിയ പട്ടി വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു സൈക്കിളിൽ അടക്കം. അപ്പോൾ സൈക്കിള് അടക്കം തല്ലിയ വീട്ടുള്ളിൽ വീണു. അപ്പം അങ്ങനെ ആ സ്പോട്ടിൽ ബോധം പോയത്. അപ്പം തലച്ചോറിന് ചതവ്, തലയൊട്ടിക്ക് പോറൽ, തലയിൽ ബ്ലീഡിങ്, തലയിൽ ബ്ലഡ് കൊട്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. പാഞ്ഞാൾ ചലഞ്ചർ സിറ്റി ക്ലബ്ബ് സംഘടിപ്പിച്ച ശ്രീ പുഷ്കരം ഫുട്ബോൾ സൂപ്പർ ലീഗ് സൂപ്പർ 6-ന് ആവേശകരമായ സമാപനം. നാട്ടിലെ 60ഓളം പ്ലെയേഴ്സ് 6 ടീമുകളിലായി വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിൽ ഹൊറിസോൺ FCയെ സ്ട്രൈക്കേഴ്സ് FC പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി. സമാപന സമ്മേളനത്തിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്ദീപ് കൊന്നനാത്ത്, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ മൊഹീദ്ദീൻ ആറ്റൂർ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. സംസ്ഥാന തലങ്ങളിൽ ശ്രദ്ധയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന വെറ്റർനസ് ഫുട്ബോൾ താരം മൊയ്തുട്ടി തങ്കരെയും നാഷണൽ ഫുട്ബോൾ റഫറി താഹിർ പാറപ്പുറത്തെയും ആദരിച്ചു. സംഘാടക സമിതി അംഗങ്ങളായ KK ഫസലു, ആഷിഖ് PH, അഷറഫ് KH, മനാഫ് AM, ഫൈസൽ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ലീഗ് എല്ലാവരുടെയും പിന്തുണയോടുകൂടി ടീം സ്പോൺസർമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും പ്ലെയേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വളരെ മനോഹരമായി നമുക്കിവിടെ സംഘടിപ്പിക്കാനും ഇത് സമാപിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലീഗിലെ മികച്ച കളിക്കാരൻ അജ്മൽ KJ, മികച്ച ഫോർവേഡ് റഹീസ് PA, മികച്ച ഡിഫൻഡർ മുസ്തഫ PM, മികച്ച ഗോൾ കീപ്പർ ഫസലു, ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം നിഹാദ് KN എന്നിവർക്ക് ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ കല്ലൂർ പത്തായംതൊടി വാസുദേവൻ നായർ കുടിവെള്ള പദ്ധതിക്കായി ഭൂമി വിട്ടുനൽകിയ മഹത് വ്യക്തി. 2016 നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ കുടിവെള്ള പദ്ധതിക്ക് കിണർ കുഴിക്കാനായി വാസുദേവൻ നായർ ഭൂമി വിട്ടു നൽകിയിരുന്നു. കല്ലൂർ നേതൃക്കാടിൽ അധികൃതർ കോടികൾ ചിലവഴിച്ചിട്ടും ഒരു തുള്ളി വെള്ളം പോലും എത്താതിരുന്ന കാലത്ത് 2016 നാട്ടുകാരുടെ കൂട്ടായ്മയിൽ കല്ലൂരിൽ ജനകീയ കൂട്ടായ്മയിൽ കുടിവെള്ള വിതരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു. കുടിവെള്ള പദ്ധതിക്കായി സ്ഥലം അന്വേഷിച്ച് നടക്കുമ്പോഴായിരുന്നു യാതൊരു മടിയും കൂടാതെ വാസുദേവൻ നായർ കിണറിനായി ഭൂമി വിട്ടു നൽകാമെന്ന് ഉറപ്പു നൽകിയത്. പദ്ധതിക്കായി 1 ലക്ഷം ലിറ്റർ വെള്ളമുള്ള കിണറും 7 HP മോട്ടോറും മോട്ടോർ പുരയും 10,000 ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കും ജനകീയ സമിതി നിർമ്മിച്ചു നൽകി. താമസിക്കാതെ പ്രവർത്തനം തുടങ്ങുകയും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുകയും ചെയ്തു. പദ്ധതിയുടെ മോട്ടോർ പുര നിർമ്മിക്കാൻ സഹോദരൻ പരേതനായ പത്തായത്തൊടി നാരായണൻ നായരും ടാങ്ക് നിർമ്മിക്കാൻ സമീപവാസിയായ നേതൃകാട് വെള്ളച്ചിയും സൗജന്യമായി ഭൂമി വിട്ടു നൽകിയിരുന്നു. പദ്ധതിക്കായി 12 ലക്ഷം രൂപയോളം ചിലവായി. എറാം ഗ്രൂപ്പ് MD ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ്, തെരുവുക്കോട് ഹംസ, ഷാരോൺ പൈപ്പ് ഉടമ ഷാജി മുണ്ടൂർ, മൗണ്ട് സീന സ്കൂൾ വെൽഫെയർ പാർട്ടി പ്രവർത്തകർ എന്നിവർ സാമ്പത്തിക സഹായം നൽകി. ഷംസുദ്ദീൻ ചെയർമാനും P പ്രദീപ് കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് ഈ ജനകീയ കുടിവെള്ള പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. മങ്കര ഗ്രാമപഞ്ചായത്തിലെ 1-2 വാർഡുകളിലായി 70ഓളം കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതിയിൽ നിന്നും ശുദ്ധജലം വിതരണം നടത്തിവരുന്നത്. വാസുദേവൻ നായരുടെ മരണത്തോടെ അദ്ദേഹത്തിന്റെ മക്കളും കുടിവെള്ള പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണെന്ന് പൊതുപ്രവർത്തകരായ ഷംസുദ്ദീൻ മങ്കുർശി, പരിസ്ഥിതി പ്രവർത്തകൻ KKA റഹ്മാൻ എന്നിവർ പറഞ്ഞു. അച്ഛനോട് അപ്പം അച്ഛൻ പറഞ്ഞു നമുക്ക് എന്താ വേണ്ട പറ്റിയ വെള്ളം കിട്ടുന്ന സൗകര്യം ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. സംസ്കൃതി ഉണ്ടായിരുന്നു, അതിനൊക്കെ നമ്മുടെ അതിർവ്യവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാർ വന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ സംബന്ധിച്ച് വെള്ളമല്ല, എല്ലാവരും കുറവുള്ള കാര്യം കൊണ്ട് കേറാങ്കോട്, പന്നിപ്പറമ്പ്, ജയതരങ്കട വൈക്ക് ഒരു 55-60 വെള്ളം വീടുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൾക്കാർ കുറേ ആൾക്കാർ കുടിച്ചുകൊണ്ട് നമ്മൾ അതിന് നല്ല വെള്ളമായിട്ട് തന്നെ ചെയ്യുന്നത്, അതിന് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം നാരായണ മോട്ടർ പെര കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം സമീപനം വെള്ളം ടാങ്കിൻ്റെ സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കിണറിൻ്റെ സ്ഥലം അച്ഛനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി അതിപ്പോൾ വെള്ളം ആൾക്കാർ ഒരു നല്ല വെള്ളം തന്നെയാണ് കൊടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
പ്രധാന വാർത്തകൾ വീണ്ടും. കോട്ടായിൽ പാർട്ടി വിട്ട് CPM-ൽ ചേർന്ന മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഓഫീസിന് ചുവപ്പ് പെയിന്റ് അടിക്കാൻ ശ്രമം. പ്രദേശത്ത് സംഘർഷാവസ്ഥ. സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നു. ചാലക്കുടിയിൽ വൻ തീപിടുത്തം. തീപിടിച്ചത് നോർത്ത് ചാലക്കുടിയിലെ പെയിന്റ് ഗോഡൌണിന്. തീ നിയന്ത്രണ വിധേയമാക്കിയത് വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ. 2 മണിക്കൂറോളം പണിപ്പെട്ട്. 5 കോടിയുടെ നഷ്ടമെന്ന് പ്രാഥമിക നിഗമനം. പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ദേശീയപാത ഗതാഗതക്കുരുക്കിലമരുന്നത് തിങ്കളാഴ്ചകളിൽ. വഴുക്കുംപാറ മുതൽ കല്ലിടുക്ക് വരെയുള്ള ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായത് പോലീസ് ഇടപെട്ട്. മണ്ണുത്തി ഭാഗത്തും മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങി. തേനൂർ കോങ്ങാട് പാതയോരം കുപ്പത്തൊട്ടിയായി. മാലിന്യ നിക്ഷേപം വ്യാപകമായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. മഴ ശക്തമായതോടെ മേഖലയിൽ മാലിന്യ പ്രശ്നം രൂക്ഷം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.